ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا ذلك الفضل من الله وكفى بالله عليما ومن ആരെങ്കിലും യുതിഇല്ല അല്ലാഹുവിനെ അനുസരിച്ചാൽ വറസൂൽ പ്രവാചകനെയും അനുസരിച്ചാൽ ഫൗലായിക അത്തരം ആളുകൾ മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനവരതം വർഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടൊപ്പമായിരിക്കും മിനൻ നബിയീൻ അതായത് നബിമാരോടൊപ്പം സിദ്ദീഖീങ്ങളോടൊപ്പം വശുഹദാഇ വസ്വാലിഹീൻ രക്തസാക്ഷികളോടും സുഹൃതവാന്മാരോടുമൊപ്പം വഹസുന ഉലൈക റഫീഖാ ഇവർ തന്നെയാണ് വളരെ നല്ല കൂട്ടുകാർ ذلك الفضل من الله ഇത് അല്ലാഹുവിന്റെ വലിയ ഔദാര്യമാണ് വകഫാ ബില്ലാഹി അലീമാ കാര്യങ്ങൾ നന്നായി അറിയുന്നതിന് അല്ലാഹു തന്നെ മതിയായവനാണ് പടച്ചവന്റെ കൽപ്പനകൾ പരിപൂർണമായി പാലിക്കണം അതിലാണ് ഇരുലോകത്ത് നന്മയുള്ളത് എന്നറിയിച്ചതിന് ശേഷം പ്രത്യേകമായൊരു നന്മ അല്ലാഹു അതിന്റെ ഗൗരവം കാരണം വീണ്ടും വിഷയം ആവർത്തിച്ചുകൊണ്ട് അല്ലാഹു അറിയിക്കുന്നു വമൻ യുതിഇല്ലാഹ വറസൂൽ ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും പരിപൂർണമായി അനുസരിച്ചാൽ ഇഷ്ടപ്പെടട്ടെ ഇഷ്ടപ്പെടാതിരിക്കട്ടെ ആളുകൾ കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കട്ടെ അല്ലെങ്കിൽ കണ്ണുരുട്ടി വിരട്ടി കാണിക്കട്ടെ അള്ളാഹുവിന്റെ കൽപ്പനയാണോ റസൂലിന്റെ കൽപ്പനയാണോ അതിനെ പരിപൂർണമായി പാലിക്കുന്നവർ മേൽ പറയപ്പെട്ട അനുഗ്രഹങ്ങൾ കൂടാതെ അതിമഹത്തായൊരു അനുഗ്രഹവുമുണ്ട് فأولئك مع الذين أنعم الله عليهم അവർക്ക് നല്ല കൂട്ടുകാരെ കിട്ടുന്നതാണ് അവർ പടച്ചവന്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന മഹാത്മാക്കളോടൊപ്പമായിരിക്കും നാം ഒന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഒന്നാന്തരം വീട് അതിൽ ആഹാരത്തിന് സൗകര്യമുണ്ട് വസ്ത്രത്തിന് സൗകര്യമുണ്ട് വിശ്രമത്തിന് സൗകര്യമുണ്ട് അള്ളാഹു നമ്മുടെ കുടുംബ മിത്രങ്ങൾക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട വാപ്പയില്ല നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായി ഇണയില്ല നമ്മളുടെ ആനന്ദത്തിന്റെ സങ്കീർത്തനങ്ങളായ സന്താനങ്ങളില്ല അവരുടെ വീട് എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് എത്ര പ്രയാസമായിരിക്കും മറുഭാഗത്ത് ഒരു വ്യക്തിക്ക് വലിയ സൗകര്യങ്ങളൊന്നുമില്ല സജ്ജീകരണങ്ങളൊന്നുമില്ല പക്ഷേ കാരുണ്യത്തിന്റെ ചിറക് വിരിക്കാൻ മാതാപിതാക്കളുണ്ട് ജീവിതത്തിന്റെ ത്യാഗങ്ങൾ പങ്കുവെക്കാൻ ഇണയുണ്ട് മാതാപിതാക്കളുടെ നെറ്റിചുംബിക്കുന്ന കാല് തടങ്ങുന്ന മക്കളുണ്ട് ആത്മാർത്ഥ സ്നേഹിതരുണ്ട് അവരുടെ ജീവിതം സന്തോഷകരമായിരിക്കും അള്ളാഹു പറയുന്നു ഇവിടെ നിന്ന് നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കുന്നു فأولئك مع الذين أنعم الله عليهم
പടച്ചവൻ അനുഗ്രഹിച്ച മഹാത്മാക്കളുടെ കൂട്ടത്തിലായിരിക്കും അവർ. മിനൻ നബിയ്യീൻ, അതായത് നബിമാർ, വസ്സദ്ദീഖീൻ, ആ നബിമാരെ അന്ധമായി അംഗീകരിച്ച് അനുകരിച്ച സത്യവാഹക സംഘം, വശുഹദാ, പടച്ചവന്റെ മാർഗത്തിലെല്ലാം സമർപ്പിച്ച അവസാനം ജീവനം ത്യാഗം ചെയ്ത മഹത്തുക്കൾ, വസ്വാലിഹീൻ, ജീവനത്തിന്റെ ഓരോ നിമിഷങ്ങളും രാവുകളും പകലുകളും നന്മകളായി കഴിച്ചുകൂട്ടിയ മഹാത്മാക്കളോടൊപ്പമായിരിക്കും. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം അതിമനോഹരമായൊരു സംഭവം കൂടിയാണ്. ഒരു സഹാബി ഒരിക്കൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തി. അദ്ദേഹത്തിന്റെ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞു. അള്ളാഹു നമുക്കും ആ ഗുണങ്ങളുടെ ഒരു അംശം നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദൂതനെ, പടച്ചവൻ എനിക്ക് അങ്ങയോട് വല്ലാത്ത സ്നേഹം നൽകിയിരിക്കുന്നു. ഞാൻ എവിടെയാണെങ്കിലും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നാൽ അങ്ങയെ കാണാതെ, അങ്ങയുടെ അരികിൽ വന്നിരിക്കാതെ എനിക്ക് സമാധാനമില്ല. പക്ഷെ എന്റെ മനസ്സിൽ വല്ലാത്തൊരു ചിന്ത അടുത്ത ദിവസങ്ങളിൽ കടന്നുകൂടിയിരിക്കുന്നു. നാളെ പരലോകത്ത് പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചാലും അങ്ങ് വളരെ ഉന്നതമായ സ്ഥാനത്തായിരിക്കും, പടച്ചവന്റെ അരികിലായിരിക്കും. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഹർ ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ ദറജാതിൻ മിനല്ലാഹ്, ഉന്നത സ്ഥാനത്തായിരിക്കും അങ്ങ്. അവിടെയും എനിക്ക് അങ്ങയെ പറ്റിയുള്ള ചിന്ത വരുമ്പോൾ കാണാൻ പറ്റുകയില്ല എന്ന വല്ലാത്തൊരു ചിന്ത എന്റെ മനസ്സിനെ മതിക്കുന്നു. അദ്ദേഹം ഇത് ഏതാനും സഹാബാക്കളോട് പറഞ്ഞിരുന്നു. അവർക്കെല്ലാം ഇതേ ചിന്തയുണ്ട്, എന്റെ കൂട്ടുകാർക്കും ഇതേ ചിന്തയുണ്ട്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയൊന്നും പറഞ്ഞില്ല. അറിയാത്ത കാര്യങ്ങളെപ്പറ്റി അഭിപ്രായം പറയൽ പ്രവാചക ശൈലിയല്ല. തങ്ങൾ മിണ്ടിയില്ല. ഉടനെ ചിറകടിച്ചിറങ്ങി മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. എന്നിട്ട് ഈ ആയത്ത് പാരായണം ചെയ്തു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്ലാമിൽ ഈ ആയത്ത് ഇറങ്ങിയപ്പോഴുള്ള സന്തോഷം പോലെ സഹാബികൾക്ക് മറ്റൊരു സമയത്തും സന്തോഷമുണ്ടായിട്ടില്ല. സത്യം. അള്ളാഹു നമുക്ക് മാതരവായ റസൂലിനോട് സ്നേഹം തരുമാറാകട്ടെ. തങ്ങളെ കാണാൻ, മഹാന്മാരായ നബിമാരെ കാണാൻ, അള്ളാഹുവിന്റെ സഹാബാക്കളെയും ഔലിയാക്കളെയും കാണാനുള്ള ആഗ്രഹം നൽകുമാറാകട്ടെ. فَأُولَٰئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِمْ. വെറും സ്നേഹം മാത്രമല്ല, അനുകരണവും അനുസരണയും ഉണ്ടെങ്കിൽ അവർ നബിമാരോടൊപ്പമായിരിക്കും. മഹാന്മാര് വിവരിക്കുന്നു, ഒന്ന്, ആ നബിമാർ ഇടയ്ക്കിടെ ഇവരെ കാണാൻ വരും. എന്റെ കൂട്ടുകാർ കാണണ്ടേ, നബിതങ്ങൾ ഭയങ്കര കരുണയുള്ളവരാണ്, കൂടെ കൂടെ കാണാൻ വരും. രണ്ട്, ഇതിനേക്കാളും മനോഹരമായ അഭിപ്രായം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ സാധിക്കും. അനുവാദം കിട്ടും, പോകാൻ അനുവാദം കിട്ടും. ഹൗദുൽ കൗസറിന്റെ അരികിലേക്ക് ആളുകൾ പാഞ്ഞു വരുമ്പോൾ അനാചാരവുമായി ബന്ധപ്പെട്ടവരെ കുത്തിരി പിടിച്ച് മാറ്റുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിട്ടേറി എന്ന് പറഞ്ഞിരുന്നു. പിന്നെ സ്വർഗത്തിൽ കടക്കുന്നവരെ എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരണ്ടെന്ന് പറയും, വന്നോളാൻ പറയും. മൂന്നാമത്തെ അഭിപ്രായം അതിനേക്കാളും വളരെ വൈകാരികം. സ്വർഗത്തിൽ മുഹമ്മദി സ്വർഗം എന്നൊരു പ്രത്യേക ഭാഗമുണ്ട്. അവിടെയായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സ്നേഹിച്ചാദരിച്ച് ബന്ധപ്പെട്ടവരും ഉണ്ടാകുന്നത്. فَأُولَٰئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِمْ مِنَ النَّبِيِّينَ. നബിമാരോടൊപ്പമായിരിക്കും. വസ്സദ്ദീഖീൻ, നബിമാരുടെ പിന്നിൽ ലഹരി പിടിച്ച് നടന്ന മഹത്തുക്കൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാം തരം.
ആദരവായ റസൂൽ വലത്തോട്ട്, എനിക്ക് വലത്തോട്ടല്ലാതെ ചിന്തയില്ല. റസൂലുള്ള ഇടത്തോട്ട്, എനിക്ക് ഇടത്തോട്ടല്ലാതെ ചിന്തയില്ല. സിദ്ദീഖുകൾ, ശുഹദാ, ദീനിന്റെ മാർഗത്തിൽ ജീവൻ അർപ്പിച്ചവർ, ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, മിസ്അബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു, ഇപ്പുറത്ത് സ്ത്രീകളും സുമയ്യ റളിയല്ലാഹു അൻഹ ഈ മഹദികളുടെ കൂട്ടത്തിലായിരിക്കും. സുബ്ഹാനല്ലാഹ്. വസ്സാലിഹീൻ, ജീവന നന്മകളിൽ ചെലവഴിച്ചവർ, പ്രഭാതം മുതൽ പ്രദോഷം വരെ എല്ലാ രാവും പകലും നന്മകളിൽ കഴിച്ചുകൂട്ടി ഇവരുടെ കൂട്ടത്തിലായിരിക്കും. ഇതിന് മനോഹരമായ മറ്റൊരർത്ഥവുമുണ്ട്. ഇവർ സ്ഥാനം കുറഞ്ഞവരാണെങ്കിലും ഈ സ്ഥാനം കൂടി ഇവരുടെ കൂട്ടത്തിൽ കഴിയാനുള്ള ഭാഗ്യം ലഭിക്കും. വഹസുന ഉലൈക റഫീഖാ, അല്ലാഹു പറയുന്നു ഏറ്റവും നല്ല കൂട്ടുകാർ ഇവര് തന്നെയാണ്. പക്ഷെ അവരെ കൂട്ടുകാരാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹദീസിന്റെ കിതാബുകളിൽ സഹാബാക്കൾ കൂട്ടുകാരാക്കണം, മുഹദ്ദിസീങ്ങൾ കൂട്ടുകാരാക്കണം, മുജദ്ദിദീങ്ങളെ നമ്മൾ കൂട്ടുകാരാക്കണം. ദാലികൽ ഫദ്ലു മിനല്ലാഹ്, ഇത് പടച്ചവന്റെ വലിയ ഔദാര്യമാണ്. പാവത്തുകളും ഏഴുകളുമായ ആളുകളെ മഹാത്മാക്കളോടൊപ്പം ആക്കുക എന്നത് പടച്ചവന്റെ ഔദാര്യമാണ്. അവസാനം വളരെ ഗൗരവം, വകഫാ ബില്ലാഹി അലീമാ, ആര് എന്തിന് യോഗ്യനാണ്? നബിമാരോട് ബന്ധമുണ്ടോ? സഹാബാക്കളോട് ബന്ധമുണ്ടോ? പടച്ചവനെ പരിപൂർണമായി അനുസരിച്ചോ അനുസരിച്ചില്ലേ? ഈ കാര്യങ്ങളെല്ലാം അല്ലാഹു നന്നായി അറിയുന്നവരാണ്. നന്നായി അറിയാൻ അല്ലാഹു തന്നെ മതി. അല്ലാഹു നമുക്ക് നല്ലവരുമായി ബന്ധപ്പെടാനും ഈ ലോകത്തും സമാധാനമടയാനും നാളെ പരലോകത്ത് അവരുടെ സാമീപ്യത്തിലൂടെ അനുഗ്രഹീതരാകാനും തൗഫീഖ് നൽകുമാറാകട്ടെ.